നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നൈറ്റ് വിഷൻ ഗോഗിൾ NVG ഉപയോഗിച്ച് വിജയകരമായി വിമാനം ലാൻഡ് ചെയ്ത് ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ വിമാനം ലാൻഡ് ചെയ്യിക്കുന്നത്. കിഴക്കൻ മേഖലയിലെ ആധുനിക ലാൻഡിംഗ് ഗ്രൗണ്ടിലായിരുന്നു പരീക്ഷണം. നൈറ്റ് വിഷൻ ഗോഗിൾസിന്റെ സഹായത്തോടെ IAF C-130J എയർക്രാഫ്റ്റിന്റെ ലാൻഡിംഗ് നടത്തിയതായി വ്യോമസേന ഔദ്യോഗിക X അക്കൗണ്ടിലൂടെയാണ് അറിയിച്ചത്. ലാൻഡിംഗിന്റെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് IAF Xൽ എഴുതി. മറ്റൊരു സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചുകൊണ്ട് IAF C-130J വിമാനം കിഴക്കൻ സെക്ടറിലെ അഡ്വാൻസ് ലാൻഡിംഗ് ഗ്രൗണ്ടിൽ ഒരു നൈറ്റ് വിഷൻ ഗോഗിൾസിന്റെ സഹായത്തോടെ ലാൻഡിംഗ് വിജയകരമായി നടത്തി. പ്രവർത്തന വ്യാപനവും പ്രതിരോധ തയ്യാറെടുപ്പും വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത. രാത്രികാല പ്രവർത്തനങ്ങളിൽ NVG ഉപയോഗിക്കുന്നത് കുറഞ്ഞ വെളിച്ചത്തിൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സേനയുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നു. ഇത് അതിന്റെ തന്ത്രപ്രധാനമായ നേട്ടവും വർദ്ധിപ്പിക്കുന്നു. ഇതുകൂടാതെ വിദൂര പ്രദേശങ്ങളിൽ ഒരു അപകടമുണ്ടായാൽ വേഗത്തിൽ പ്രതികരിക്കാനുള്ള സേനയുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിൽ ALGകൾ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യും. C-130J ഏറ്റവും നൂതനമായ എയർലിഫ്റ്റായി അറിയപ്പെടുന്ന ഒന്നാണ്. ഇത് US ഗവൺമെന്റ് ഫോറിൻ മിലിറ്ററി സെയിൽസ് പ്രോഗ്രാമിന്റെ കീഴിലാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. IAFന്റെ C-130J സൂപ്പർ ഹെർക്കുലീസ് വളരെ സംയോജിതവും സങ്കീർണവുമായ കോൺഫിഗറേഷനാണ് ഉള്ളത്. പ്രാഥമികമായി ഇന്ത്യയുടെ പ്രത്യേക പ്രവർത്തന ആവശ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഈ വർഷം ആദ്യം കാർഗിൽ എയർ സ്ട്രിപ്പിൽ ഇതേ വിമാനം വിജയകരമായി രാത്രി ലാൻഡിംഗ് നടത്തിയിരുന്നു. ലഡാക്ക് മേഖലയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന എയർ സ്ട്രിപ്പിൽ ഇത്തരമൊരു ഓപ്പറേഷൻ ആദ്യമായിട്ടായിരുന്നു. ഈ ഓപ്പറേഷൻ IAFന്റെ കഴിവുകൾ തുടർച്ചയായി മെച്ചപ്പെടുത്തുന്നതിനും പ്രവർത്തന വ്യാപ്തിയും പ്രതിരോധ തയ്യാറെടുപ്പും വർദ്ധിച്ച് രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനുമുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ്. ഹർ കാം ദേശ് കെ നാം വ്യോമസേനയുടെ Xൽ അവർ അന്ന് കുറിച്ചിരുന്നു. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ ഒഡീഷ, ജാർഖണ്ഡ്, സിക്കിം, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നിവയാണ് വ്യോമസേനയുടെ കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടുന്നത്. ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി 6300 കിലോമീറ്റർ ദൈർഘ്യമുള്ള രാജ്യാന്തര അതിർത്തിയുടെ സംരക്ഷണത്തിനും വ്യോമസേന മേൽനോട്ടം വഹിക്കുന്നു. NVG സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുറഞ്ഞ വെളിച്ചത്തിൽ സുരക്ഷിതവും കൂടുതൽ ഫലപ്രദവുമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്ന് വ്യോമസേന വ്യക്തമാക്കുന്നു. രാത്രികാല ദൗത്യങ്ങൾ ഫലപ്രദമായി നടത്തുന്നതിനുള്ള സേനയുടെ കഴിവും ഇത് വർദ്ധിപ്പിക്കുന്നതായി അധികൃതർ പറഞ്ഞു. കാർഗിൽ, ശ്രീനഗർ, ജമ്മു കാശ്മീർ എന്നീ സ്ഥലങ്ങളിലൂടെ പൊതുജനങ്ങളുടെ ആവശ്യത്തിനായി കാർഗിൽ എയർ സ്ട്രിപ്പിൽ നിന്ന് NG-32 മൾട്ടിപർപ്പസ് ട്രാൻസ്പോർട്ട് വിമാനം വ്യോമസേന പറത്തിയിരുന്നെങ്കിലും കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് സൗകര്യങ്ങൾ ലഭ്യമായിരുന്നില്ല. 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്ത് വ്യോമസേനയുടെ 43 സ്ക്വാഡ്രന്റെ AN-12 വിമാനങ്ങൾ കാർഗിൽ, ലേ, ലഡാക്ക്, തോയ്ഡ് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.